ശ്രീകൃഷ്ണ ജ്യോതിശാലത്തേക്ക് ഏവർക്കും സ്വാഗതം. സെപ്റ്റംബർ 27 ഓണം ബമ്പർ നറുക്കെടുപ്പാണ്. ഈ ഓണം ബമ്പറിൽ ഒന്നാം സമ്മാനമായിട്ട് അർഹിക്കുന്നത് 25 കോടി രൂപയാണ്. 25 കോടി ഭാഗ്യവാനാവുന്നതും അതുകൂടാതെ 1 കോടി വീതം 20 പേർക്ക് കൊടുക്കുന്ന 20 കോടി, ഓരോരുത്തർക്കും ഓരോ കോടി വീതവും, അതുകൂടാതെ ലക്ഷങ്ങൾ 10 ലക്ഷം, 25 ലക്ഷം, 5 ലക്ഷം എന്നീ സമ്മാനങ്ങൾ അർഹിക്കുന്ന നക്ഷത്രങ്ങളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അതായത് സെപ്റ്റംബർ 27 ഒരു ശനിയാഴ്ച ദിവസം അനിഴം നക്ഷത്രത്തിലാണ് സമ്മാനം നറുക്കെടുപ്പ് നടക്കുന്നത്. ആ അനിഴം നക്ഷത്രം വൃശ്ചികക്കൂറായ കാരണം കൊണ്ട് തന്നെ വൃശ്ചികത്തിൻ്റെ 7ാം ഭാവമായിട്ടുള്ള നിവൃത്തിസ്ഥാനം, കാര്യസാധ്യത ആയിട്ടുള്ള 7ാം ഭാവമായിട്ടുള്ള ഇടവക്കൂറുകാർക്ക് ആണ് ഈ അർഹിക്കുന്ന പ്രൈസ് അറിയിക്കുന്നത്. അതായത് കാർത്തിയുടെ 3/4 ഭാവവും രോഹിണിയും മകീരത്തിൻ്റെ പകുതി ഭാവവും കുറിച്ചിരുന്ന ഇടവക്കൂറുകാർക്ക് 2ാം ഭാവത്തിൽ ഭാഗ്യകാരകനും ധനകാരകനും ദൈവാധീനകാരകനും അധിഷ്ഠകാരകനുമായിട്ടുള്ള ലാഭസ്ഥാനാധിപനുമായിട്ടുള്ള വ്യാഴം അവിടെ നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവം കൊണ്ട് തന്നെ ഇവർക്കത് സിദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ തന്നെ ഇവരുടെ ജാതകത്തിൽ ബലവാനായിട്ടുള്ള ദശാകാലങ്ങളും അപഹാരകാലങ്ങളും ഉത്തമപരമായിട്ട് നടക്കുകയാണെങ്കിൽ ഈ മഹാഭാഗ്യയോഗത്തിന് ഇവർക്ക് തീർച്ചയായിട്ടും ഉടമസ്ഥാവകാശം ഉണ്ട് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അതുകൂടാതെ വരുന്നത് ഇടവത്തിൻ്റെ, അതായത് വൃശ്ചിക രാശിയുടെ 7ാം ഭാവത്തിൽ കഴിഞ്ഞ് പറഞ്ഞ വൃശ്ചിക രാശിയുടെ 9ാം ഭാവമായിട്ടുള്ള കർക്കിടകക്കൂറുകാർക്കാണ്. കർക്കിടകക്കൂറ് എന്ന് പറയുമ്പോൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും പൂയവും ആയില്യം കൂടി ചേരുന്ന നക്ഷത്രക്കാർക്കും ഈ യോഗം വരാൻ സാധ്യതയുണ്ട്. കാരണം പൂണർദ നക്ഷത്രക്കാർക്ക് ശുക്രദശാകാലം ഉണ്ടാവും എന്നതിൽ യാതൊരുവിധ സംശയമില്ല. ആ ശുക്രദശ ബലവാനാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും അതിനുള്ള യോഗമുണ്ട്. അതുകൂടാതെ തന്നെ അനുഭവ യോഗത്തിൽ പൂയ നക്ഷത്രക്കാർക്ക് ഏകദേശം 25-30 വയസ്സിന് ശേഷം ശുക്രദശാകാലം വരുന്നുണ്ട്. മഹാശുക്രനാണെങ്കിൽ തീർച്ചയായിട്ടും മഹായോഗബലം ഉണ്ട് എന്ന് തന്നെ പറയാം. അതുകൂടാതെ ആയില്യ നക്ഷത്രക്കാർക്കാണെങ്കിൽ ഏകദേശം 15 വയസ്സിന് ശേഷമെല്ലാം ഏകദേശം 35 വയസ്സ് വരെയുള്ള കാലഘട്ടം ശുക്രദശാകാലമായിരിക്കും. ആ കാലഘട്ടത്തിലും ഇവർക്ക് മഹാഭാഗ്യം സിദ്ധിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെ പറയാം. ചാരവശാൽ ഇവർക്ക് 12-ൽ വ്യാഴം നടക്കുന്നത് മൂലം ഭാഗ്യസൂക്തവും മഹാവിഷ്ണുവിന് അന്നത്തെ ദിവസം ഒരു ദിവസത്തെ പൂജയ്ക്കും കൊടുത്തു കഴിഞ്ഞാൽ പ്രധാനം അർപ്പിക്കുന്നതായിട്ട് കണക്കാക്കുന്നു. അത് വിട്ടുകഴിഞ്ഞാൽ പിന്നെയുള്ളത് വൃശ്ചികക്കൂറിൻ്റെ 12ാം ഭാവമായിട്ടുള്ള തുലാക്കൂറാണ്. തുലാക്കൂറിൻ്റെ ചിത്തിരയുടെ അവസാനത്തെ പകുതി ഭാഗവും ചോതിയും അതുപോലെ തന്നെ വിശാഖത്തിൻ്റെ 3/4 ഭാഗവും കൂടി ചേരുന്ന തുലാക്കൂറുകാർക്ക് 9ാം ഭാവത്തിലാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത്. 9ാം ഭാവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നത് ഭാഗ്യകടാക്ഷകരമായിട്ടും ധനലാഭയോഗത്തിനും മഹാഭാഗ്യയോഗത്തിനും ഭാഗ്യകരമായിട്ടുള്ള യോഗത്തിനും സാധ്യതയുണ്ട് എന്നതിൽ യാതൊരുവിധ സംശയമില്ല. അതുപോലെ തന്നെയാണ് ചിത്ര നക്ഷത്രക്കാർക്ക് വ്യാഴദശാകാലത്ത് തീർച്ചയായിട്ടും ധനഭാഗ്യയോഗത്തിനും ധനലാഭയോഗത്തിനും ഭാഗ്യയോഗത്തിനും നിധിയോഗത്തിനും ഭാഗ്യമുണ്ട് എന്ന് ശ്രദ്ധിക്കുന്നു. അതുപോലെ ചോതി നക്ഷത്രക്കാർക്കാകട്ടെ ശനിദശാകാലമല്ലാണെങ്കിലും ബുധദശാകാലമാണെങ്കിലും അതിൽ ശുക്രൻ്റെ അപഹാരകാലത്തിൽ തീർച്ചയായിട്ടും ഭാഗ്യം സിദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഇവർക്ക് ചാരവശാൽ 6ാം ഭാവത്തിൽ ശനിയും 9ാം ഭാവത്തിൽ വ്യാഴവും സിദ്ധിക്കുന്നത് കാരണം മഹാഭാഗ്യയോഗം സംഭവിക്കുന്നു. ആ മഹാഭാഗ്യയോഗത്തിലൂടെ ഇവർക്ക് ഭാഗ്യം സ്ഥാനവും ധനാകർഷണ ഭാഗ്യവും സിദ്ധിക്കുവാനുള്ള യോഗമുണ്ട്. അതുപോലെ വിശാഖ നക്ഷത്രക്കാർക്കാണെങ്കിൽ ബുധദശാകാലവും ശുക്രദശാകാലവും ഇവർക്ക് വരുവാനുള്ള സാധ്യത കൂടുതലായിട്ടും ഉണ്ട്. അത് കാരണം കൊണ്ട് തന്നെ ഇവർക്കും ആ ഭാഗ്യം സിദ്ധിക്കുവാനുണ്ട്. ആ ദശാകാലം ബലവാനായിരിക്കുകയും അതുപോലെ തന്നെ അവരുടെ
രാശിനാഥനായിട്ടുള്ള മഹാവിഷ്ണു പിന്നെ പ്രീതി ചെയ്യും. ഒരു ദിവസത്തെ പൂജയ്ക്ക് കൊടുക്കുകയും അന്നേ ദിവസം പൂജയ്ക്ക് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞു പറഞ്ഞാൽ മഹാഭാഗ്യയോഗം ഉണ്ടാകും. ഈ ഭാഗ്യയോഗത്താൽ ഇവർക്ക് സിദ്ധി ലഭിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ ഇവർക്ക് ചാരവശാലും ജാതകവശാലും എല്ലാം കൂടി ഒത്തുവരുന്ന ഒരു സംഗമമായിരിക്കും ആ ഭാഗ്യയോഗം എന്നാണ് പറയുന്നത്. ഏകദേശം ഉച്ചയ്ക്ക് 2 മണിക്കായിരിക്കും നറുക്കെടുപ്പ് നടക്കുന്നത്. ആ 2 മണിക്കൂടെ രാശിപ്രകാരം കൊണ്ട് തന്നെ അവരുടെ ഊർധ്വരാശിയും ഊർധ്വമുഖരാശിയും എല്ലാം ഒത്തുചേരുന്ന ഒരു അവസ്ഥ വരികയും ആ ഒരു സന്ധി വരുന്ന പക്ഷവും ഇവർക്ക് അതിനുള്ള യോഗം സിദ്ധിക്കുന്നു. ആ സമയത്ത് മഹാവിഷ്ണുവിൻ്റെ ഭയങ്കരമായിട്ടുള്ള കടാക്ഷം ഇവരുടെ നക്ഷത്രപാദത്തിൽ പതിക്കിയാൽ ആ പാദത്തിൻ മൂലം ഇവരുടെ നക്ഷത്രത്തിന് പ്രകാശം ജ്വലിക്കുകയും ആ ഭാഗം ഉദിക്കുകയും ആ ഭാഗം ഉദിക്കുന്ന സമയത്തിൽ ആ ഭാഗ്യസമയത്തും അത് പ്രവചിക്കുന്ന സമയത്തും അത് കേൾക്കുന്ന സമയത്തും അത് നമ്മൾ അറിയുന്ന സമയത്തുമുള്ള ഒരു ഭാഗ്യമായിരിക്കും പ്രധാനമായിട്ടും കൽപ്പിക്കുന്നത്. ആ ഭാഗ്യയോഗം സിദ്ധിക്കുവാൻ ഈ പറഞ്ഞിരിക്കുന്ന കാർത്തിക, രോഹിണി, മഹീരം, പുണർദം, പൂയം, ചിത്തിര, ചോതി, വിശാഖം എന്ന 8 നക്ഷത്രക്കാർക്കാണ് ഈ യോഗം വന്നിരിക്കുന്നത്. അപ്പോൾ അഷ്ടപദം എന്ന് തന്നെ പറയാം. അഷ്ടലക്ഷ്മിമാരുടെ അനുഗ്രഹം കൂടി ഇവർക്ക് അനുഗ്രഹിക്കട്ടെ എന്ന് തന്നെ നമുക്കും പ്രാർത്ഥിക്കാം. അതുകൂടാതെ തന്നെ ഈ യോഗവശാൽ വരുന്ന യോഗങ്ങളെല്ലാം മഹായോഗങ്ങളും മഹാഭാഗ്യങ്ങളുമായി കണക്കാക്കി ദൈവാനുഗ്രഹ പ്രീതിയും മഹാവിഷ്ണു പ്രീതിയും വ്യാഴപ്രീതിയും സിദ്ധിച്ചാൽ തീർച്ചയായിട്ടും ഇവർക്ക് ഈ യോഗം അനുഭവിക്കാനുള്ള യോഗമുണ്ട്. നമസ്കാരം.